Hello everyone, start watching, learn something. Welcome to my YouTube channel. First of all, sorry, വീഡിയോസ് കറക്റ്റായി അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ചില പേഴ്സണൽ മാറ്റേഴ്സ് കാരണം. എന്നിരുന്നാലും എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ചിലപ്പോൾ ടൈം ലാഗ് വന്നേക്കാം, എന്നാലും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഒരു ശരിയാവുന്നില്ല. എന്ന് വെച്ചാൽ ഇടയ്ക്ക് നിങ്ങൾക്ക് കോഴിയുടെയും കാക്കയുടെയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാം. പിന്നെ ചില പാർട്ടുകൾ ചെയ്യുമ്പോൾ മഴയുടെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. സോറി ഫോർ എവറിത്തിങ്. അപ്പോൾ അപ്കമിങ് വീഡിയോസിൽ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഇന്ന് നമ്മൾ പോകുന്നത് ബയോസൈക്കോളജിയിലെ സെക്കൻഡ് യൂണിറ്റിലേക്കാണ്. ഫസ്റ്റ് ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റിലേക്കാണ്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് പറയുന്നത്. നിങ്ങൾ ലൈൻ ബൈ ലൈനായിട്ട് വായിച്ച് നോക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. അപ്പോൾ ഈ യൂണിറ്റ് ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി സെൽസ് ഓഫ് നെർവസ് സിസ്റ്റം. നെർവസ് സിസ്റ്റത്തിൻ്റെ സെൽസിനെ കുറിച്ച് പഠിക്കാനും നെർവസ് സിസ്റ്റത്തിൻ്റെ സെൽ എന്ന് പറയുന്നത് ന്യൂറോണാണ്. അപ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ഫങ്ഷൻ എന്താണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്താണ്, അതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ദിസ് യൂണിറ്റ് വിൽ ഫർദർ എക്സ്പ്ലെയിൻ ഹൗ എ സിനാപ്സ് ടേക്ക് പ്ലേസ് ആൻഡ് ദ ഫങ്ഷൻസ് ഓഫ് വേരിയസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ അതിന് സിനാപ്സ് എന്താണെന്ന് അറിയണം, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് അറിയണം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ദ ഡൈനാമിക് നാച്ചർ ഓഫ് ബ്രെയിൻ, ദാറ്റ് ഈസ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ന്യൂറൽ ഡീജനറേഷൻ, റീജനറേഷൻ ആൻഡ് റീഓർഗനൈസേഷൻ വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ എൻഡ്. നൗ ലെറ്റ് us first understand what a neuron is. So all organism have cell. നമ്മൾ പണ്ട് ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, എല്ലാ ഓർഗാനിസവും is made up of cell. സിമ്പിൾ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. All organs within the human body also have cells like a heart cell, liver cell, brain cell, etc. Our behavior, actions and thoughts are also a product of interaction between complex system of cells, chemicals and organs. Nervous system is one such complex arrangements of cells. അതായത് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ബ്രെയിനിന് ബ്രെയിൻ സെൽ ഉണ്ട്, ലിവറിന് ലിവർ സെൽസ് ഉണ്ട്, ഹാർട്ടിന് ഹാർട്ട് സെൽ ഉണ്ട്. ബിഹേവിയറിന് ബിഹേവിയർ സെൽ ഉണ്ടോ? ബിഹേവിയർ എന്ന് പറയുന്നത് ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഓർഗനാണോ? അല്ല. എങ്കിലും ദർ ഈസ് എ ആക്ടിവിറ്റി ഓഫ് എ കോംപ്ലെക്സ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് സെൽസ് ആണ് നമ്മുടെ ബിഹേവിയറിന് കാരണമാകുന്നത്. അതിലൊരു മെയിൻ ആണ് നെർവസ് സിസ്റ്റത്തിലെ ന്യൂറോൺസ് വഹിക്കുന്ന പങ്ക്. ഓക്കെ, there are two kinds of cells in the nervous system. They are neurons and glial cell. A neuron is the basic cell of the nervous system. Nervous systemത്തിന്റെ basic unit ആണ് ന്യൂറോൺ എന്ന് പറയുന്നത്. It help to transmit information to and from the brain. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു കൊതുക് കടിക്കുന്നത് കണ്ടു, അപ്പോൾ കണ്ണുകൊണ്ടാണ് കണ്ടത്. അപ്പോൾ കണ്ണിലുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നു? ന്യൂറോണ് വഴി ബ്രെയിനിലേക്ക് പോകുന്നു, ഇന്ന സാധനത്തിനെ കണ്ടു എന്നുള്ളത്. ആ ബ്രെയിനിൽ നിന്ന് അത് കൊതുകാണെന്നും അതിനെ കൈൻ്റെ മസിൽസിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, അതിനെ അടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ തിരിച്ചുള്ള ഇൻഫർമേഷൻ ബ്രെയിനിൽ നിന്നും നമ്മുടെ മസിൽസിലേക്ക് മൂവ്മെൻറ്റിലേക്കൊക്കെ കൊടുക്കുന്നത് ആരാണ്? ന്യൂറോണാണ്. അപ്പോൾ ഇറ്റ് ഹെൽപ്സ് ഫോർ ദ ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ. ഓക്കെ, ഇറ്റ് ജനറേറ്റ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് നോൺ ആസ് നെർവ് ഇമ്പൾസ്. അതായത് എങ്ങനെയാണ് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇലക്ട്രിക്കൽ ഇമ്പൾസായി മാറുന്നു. അതിനാണ് നമ്മൾ നെർവ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, ന്യൂറോൺ ഹെൽപ്പ് ആസ് ടു ഫീൽ, ടേസ്റ്റ്, സീ, മൂവ്, ഫീൽ ഇമോഷൻസ്, റിമെമ്പർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. ഓൾസോ ഈച്ച് ന്യൂറോൺ ഹാസ് എ ഡിഫറെൻറ്റ് കെമിക്കൽ മേക്കപ്പ് റിസൾട്ട് ഇൻ കോംപ്ലെക്സ് ബിഹേവിയേഴ്സ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ascertain the exact number of neurons in a person, and the number also differs from one person to other. അപ്പോൾ നമ്മുടെ ബോഡിയിൽ എത്ര ന്യൂറോൺസ് ഉണ്ടെന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കൗണ്ട് ചെയ്യാൻ. അതേപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലും അത് ഡിഫറെൻ്റ് ആയിരിക്കും. അക്കോർഡിംഗ് ടു വില്യംസ് ആൻഡ് ഹെറപ്പ്, there are approximately 100 billion neurons in an adult. 100 billion neurons ഉണ്ടാണ്, എക്സാക്ട് നമ്പർ അല്ല, അപ്രോക്സിമേറ്റ്ലി ഉണ്ടെന്നാണ് അവരുടെ കണ്ടുപിടുത്തത്തിൽ പറയുന്നത്. പിന്നെ there are 12 to 15 billion neurons in cerebral cortex and associated areas. ഇപ്പോൾ ഓരോ പാർട്ടിൽ പറയുകയാണെങ്കിൽ സെറിബ്രൽ കോർട്ടെക്സ് തന്നെയായിട്ട് 12 to 15 ബില്യൺ ഉണ്ട്. ഒരു 70 ബില്യൺ ന്യൂറോൺസ് ഇൻ സെറിബെല്ലം. ഇതൊക്കെ ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകളാണ്. പിന്നെ നിയർലി 1 billion ന്യൂറോൺസ് ഇൻ സ്പൈനൽ കോഡ്. ന്യൂറോൺസ് ആർ ഓഫ് വെരി ഷേപ്സ് ആൻഡ് സൈസസ്. ഗ്ലയൽ സെൽ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ന്യൂറോൺസ്. അതായത് നമ്മൾ 2 സെല്ലുണ്ടെന്ന് പറഞ്ഞു, ന്യൂറോൺസും ഗ്ലയൽ സെല്ലും. ന്യൂറോൺസ് ബേസിക് യൂണിറ്റ് ആണ്, ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്ന് കഴിഞ്ഞാൽ ഗ്ലയൽ സെല്ല് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ന്യൂറോൺ. ഈ ന്യൂറോണിനെ സപ്പോർട്ട് ചെയ്യുകയും പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നത് ഏതാണ്? ഗ്ലയൽ സെല്ലാണ്. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. പിന്നെ ഈ ഒരു ബോക്സിൽ നമുക്ക് കാണാൻ പറ്റും Santiago Ramon by Sagel, often called as the father of neuroscience. നമ്മൾ ഫസ്റ്റ് പറഞ്ഞു അല്ലേ, യൂണിറ്റ് ഫസ്റ്റിൽ പറഞ്ഞു ന്യൂറോ
സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ് ബയോസൈക്കോളജി എന്ന് പറയുന്നത്. ഫസ്റ്റ് പോസ്റ്റുലേറ്റഡ് ദാറ്റ് ദ നെർവസ് സിസ്റ്റം വാസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ സെൽ. നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഇൻഡിവിജ്വൽ സെൽ എന്നുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്. ഹി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ മെഡിസിൻ ഫിസിയോളജി in 1906 for work in the structure of nervous system. He shared the award with Camillo Golgi. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു. ഇനി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ന്യൂറോൺ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. ന്യൂറോൺ സ്ട്രക്ചർ എന്താണ്, ഫംഗ്ഷൻ എന്താണ്? The cells of the nervous system that receive and send messages within that system are known as neurons. Neurons receive and process information to and from the brain. The electrical signal that the neuron conducts is known as nerve impulse. They are varying size and shapes, having varied functions to perform. The neuron structure is related to its functions. There is an illustration of external features on type of a neuron. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറഞ്ഞു ബേസിക് യൂണിറ്റാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ നോക്കാം. ന്യൂറോണിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ഡെൻഡ്രൈൻസിനെ കാണാനുണ്ട്, പിന്നെ സെൽ ബോഡി കാണുന്നുണ്ട്, സെൽ ബോഡിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്, പിന്നെ ലോങ് ഇതാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആക്സോണിന് ചുറ്റും നമുക്ക് മൈലിൻ ഷീത്ത് കവർ ചെയ്തത് കാണാം. അവിടെയുള്ള സെൽസിന് നമ്മൾ ഷ്വാൻ സെൽസ് എന്ന് പറയുന്നു. ഇടയിൽ ഷ്വാൻ സെൽസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിന് നമ്മൾ നോഡ് ഓഫ് റൺവീർ എന്ന് പറയുന്നു. ലാസ്റ്റ് ആക്സോണ് ബ്രാഞ്ചുകളായിട്ട് ടെർമിനേറ്റ് ചെയ്യുന്നത് കാണാം, അതാണ് ആക്സോൺ ടെർമിനൽസ്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കുക, ഓരോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. എ ടിപ്പിക്കൽ ന്യൂറോൺ ഹാസ് ദ സോമ ഓർ ദ സെൽ ബോഡി. നമ്മൾ പറഞ്ഞു സെൽ ബോഡി ഉണ്ട്, ആക്സോൺ ഉണ്ട്, ടെർമിനൽ ബട്ടൺസ് ഉണ്ട്. ടെർമിനൽ ബട്ടൺസ് എന്ന് പറയുന്നത് ആക്സോൺ ടെർമിനൽസിനെയാണ്. The plasma membrane of the neuron is a double layer of phospholipid molecules that is semi-permeable to a certain kinds of substance. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ സെൽ ബോഡീൻ്റെ അവിടെ ഒരു ഡബിൾ ലെയർ ഓഫ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ് ഉണ്ട്. അതായത് എല്ലാ ഇൻഫോർമേഷൻസിനെയും ഇത് കടത്തിവിടില്ല. ഇത് ഒരു ന്യൂറോണിൽ നിന്ന് നെക്സ്റ്റ് ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വരുന്ന എല്ലാ ഇൻഫോർമേഷൻസിനും എന്ത് ചെയ്യുന്നില്ല, കടത്തിവിടുന്നില്ല. അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അതാണ് ഫോസ്ഫോലിപ്പിഡ് മോളിക്യൂൾസ്. ദാറ്റ് ഈസ് സെമി പെർമിയബിൾ ടു സർട്ടൻ കൈൻഡ്സ് ഓഫ് സെമിബിൻസ്. ചിലരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കടത്തിവിടുള്ളൂ. The plasma membrane controls the movement of the substances through it. Hence, it involved in the nerve impulse. It also provides size for electrical activity that occurs during nerve impulse and for synaptic activity between two neurons. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ nerve impulse എന്താണ്, എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് വരും സെഷനിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, then the cell body is the largest part of the neuron. നോക്കുക, സ്ട്രക്ചർ നോക്കുക, ഏറ്റവും ലാർജസ്റ്റ് പാർട്ട് ഏതാ, സെൽ ബോഡിയാണ്. That has a number of organelles floating in its cytoplasm such as Golgi body. അതായത് ഒരു സെല്ലിന് നമുക്കറിയാം, നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, സെല്ലിനകത്ത് സെൽ ഓർഗനൽസ് ഉണ്ടാവും. എന്തൊക്കെ ഉണ്ടാവും? ന്യൂക്ലിയസ് ഉണ്ടാവും, മൈറ്റോകോൺട്രിയ ഉണ്ടാവും, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ടാവും, ലൈസോസോം ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഓർഗനൽസ് ഉണ്ട്. ലൈക്ക് വൈസ് ഈ ന്യൂറോണിനകത്തുള്ള സെൽ ബോഡിയിലും ഇത്തരം ഓർഗനൽസ് ഉണ്ട്. പിന്നെ the cell body is the metabolic center of the neuron and is also called as the soma. The word soma means body. അപ്പം സെൽ ബോഡിയാണ് മെറ്റബോളിക് സെൻറ്റർ അല്ലേ, ഓരോ സെല്ലും മെറ്റബോളിക് ആക്ടിവിറ്റി ചെയ്യുന്നില്ലേ, അപ്പോൾ അത് നടക്കുന്നത് സെൽ ബോഡിയിലാണ്. സോമ എന്നും പറയാറുണ്ട്. സോമ എന്ന് പറയുന്നത് ബോഡിനെയാണ്. There is a nucleus in the center. The dendrites. Dendrite means tree like അല്ലേ, ബ്രാഞ്ചസ് പോലെയല്ലേ കിടക്കുന്നത്. അപ്പം dendrites are the extensions from the cell body which look like branches of a tree. The dendrite tips have sensory receptors that receive the stimuli from other neurons and begin the process of nerve impulse by sending these impulses to the cell body. അതായത് ഈ ബ്രാഞ്ചസ് പോലെ കാണുന്നില്ലേ, ഈ ഓരോ ബ്രാഞ്ചിൻ്റെ അറ്റത്തും എന്ത് കാണും, റിസപ്റ്റർ കാണും. റിസപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പൾസ്, അതായത് സ്റ്റിമുലൈ, നമുക്ക് കിട്ടുന്ന സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്ന ആരാണ്, റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ന്യൂറോൺസ് ഇങ്ങനെ വയ്യെ അറേഞ്ച് ചെയ്തിട്ടാണ് അതൊരു നെർവസ് സിസ്റ്റമായിട്ട് മാറുന്നത്. അപ്പം അടുത്ത സെല്ലിൽ നിന്നോ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ നിന്നോ ഈ ന്യൂറോൺസിൻ്റെ അറ്റത്ത് കിടക്കുന്ന ഡെൻഡ്രൈറ്റ്സിൻ്റെ അവിടെയുള്ള റിസപ്റ്റേഴ്സാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫർമേഷൻ ക്യാരി ചെയ്തിട്ട് എവിടെ കൊടുക്കുന്നത്, സെൽ ബോഡിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഓക്കെ, ദ ആക്സോൺ ഈസ് അപ്പം സെൽ ബോഡി എന്താണെന്ന് മനസ്സിലായല്ലോ. ഡെൻഡ്രൈറ്റ്സിൻ്റെ അറ്റത്താണ് റിസപ്റ്റർ ഇരിക്കുന്നത്. റിസപ്റ്റേഴ്സ് സ്റ്റിമുലൈനെ റിസീവ് ചെയ്യുന്നു, സെൽ ബോഡിയിലേക്ക് കൊടുക്കുന്നു. സെൽ ബോഡി കഴിഞ്ഞാലുള്ള പാർട്ടാണ് ആക്സോൺ. The axon is a long slender part of the neuron that extends from a portion of the cell body known as axon hillock.
അതായത് നമ്മൾ ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത് ആ സെൽ ബോഡി കഴിഞ്ഞിട്ട് ആക്സോൺ തുടങ്ങുന്ന ആ ഒരു ഭാഗമില്ലേ, ഒരു നെക്ക്, നമ്മളിപ്പം തല കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി പാർട്ട് തുടങ്ങുന്ന ആ ഭാഗം നെക്കില്ലേ, അതുപോലെ ഇവിടെ പറയുന്നതാണ് ആക്സോൺ ഹില്ലോക്ക് എന്ന്. Then axon hillock is a cone-shaped region at the junction between axon and the cell body. ആ ജംഗ്ഷനാണ്. It is often covered by the myelin sheath and carries information from the cell body towards the distal ends known as terminal buttons. It is often covered by myelin sheath. ഈ ആക്സോൺ മൈലിൻ ഷീത്തുമായിട്ട് കവർ ചെയ്യുന്നുണ്ട്. മൈലിൻ ഷീത്ത് എന്താണെന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, എന്നാലും മൈലിൻ ഷീത്തിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളും നമുക്ക് നെർവ് കണ്ടക്ഷൻ വരുന്ന സമയത്ത് പഠിക്കാം. പിന്നെ ആൻഡ് ഇറ്റ് ക്യാരി ഇൻഫർമേഷൻ ഫ്രം ദ സെൽ ബോഡി ടുവേർഡ്സ് ഇറ്റ്സ് ഡിസ്റ്റൽ എൻഡ്സ് അല്ലേ. ഈ സെൽ ബോഡിയിൽ നിന്ന് ഇൻഫർമേഷൻ ഇതിൻ്റെ ഡിസ്റ്റൽ എൻഡ്, ആക്സോൺ എൻഡ് ചെയ്യുന്നത് എവിടെയാണ്, ആക്സോൺ ടെർമിനൽസ്, അവിടത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. മൈലിൻ ഷീത്ത് ഇസ് എ ഫാറ്റി ഇൻസുലേഷൻ അറൗണ്ട് മെനി ആക്സോൺസ്. അപ്പം മൈലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഒരു സെല്ലാണ്, ഒരു ജെല്ലി ലൈക്ക് സെല്ലാണ്, ഒരു ഷീത്താണ്. ഇറ്റ്സ് എ ഫാറ്റി ഇൻസുലേഷൻ അറൗണ്ട് മെനി ആക്സോൺസ്. പക്ഷേ മൈലിൻ ഷീത്ത് ആബ്സെൻ്റ് ആയിട്ടുള്ള ന്യൂറോൺസ് ഉണ്ട്. എല്ലാ ന്യൂറോൺസിലും എന്തില്ല, മൈലിൻ ഷീത്ത് പ്രസൻ്റ് അല്ല. ദെൻ നമുക്ക് പഠിക്കാം. ദ ആക്സോൺസ് vary in length and diameter, with larger diameter indicating faster action potential influencing neural conduction. The axon may have branches known as axon collaterals. അതായത് എല്ലാ ന്യൂറോൺസും നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ന്യൂറോൺസിൻ്റെ സൈസിലും ഷേപ്പിലും വേരിയേഷൻ വരുന്നുണ്ട്. ഡയമീറ്റർ കൂടുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ ആക്സോൺ എൻഡ് ചെയ്യുന്നത് ആക്സോൺ ടെർമിനൽസിലാണ്, അല്ലെങ്കിൽ ആക്സോൺ കൊളാറ്ററൽസ്. A brief chemical or electrical message that begins from the cell body travel down the axon to the terminal buttons is known as an action potential. അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സെൽ ബോഡിയിൽ നിന്നുള്ള ഒരു മെസ്സേജ്, അത് മേ ബി കെമിക്കൽ മെസ്സേജ് ആവാം, ഒരു ഇലക്ട്രിക്കൽ മെസ്സേജ് ആവാം, അത് ആക്സോൺ ടെർമിനൽസിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. When the axons divide at the rear end, it branches profusely and each branch ends in a knob. നമ്മൾ പറഞ്ഞു ആക്സോൺ ടെർമിനൽസ് ആയിട്ട് പോകുന്നുണ്ട്. ഈ ആക്സോൺ ടെർമിനൽസിൻ്റെ അറ്റത്ത് ഒരു നോബ് പോലെ നമുക്കൊരു ഇത് കാണാൻ പറ്റും. ദീസ് ആർ നോൺ ആസ് ടെർമിനൽ ബട്ടൺസ്. ആ നോബിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെർമിനൽ ബട്ടൺസ് എന്ന് പറയുന്നത്. വെൻ ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ട്രാവൽസ് ഡൗൺ ദ ആക്സോൺ ഇറ്റ് റീച്ചസ് ദ ടെർമിനൽ ബട്ടൺസ് അല്ലേ. മെസ്സേജ് സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ വഴി ആക്സോൺ ടെർമിനൽസ് എത്തുന്നു, അവസാനം എവിടെ എത്തുന്നു, ഈ ടെർമിനൽ ബട്ടൺസിൽ എത്തുന്നു. വേറെ കെമിക്കൽ സബ്സ്റ്റൻസ് ഈസ് റിലീസ്ഡ് നോൺ ആസ് ന്യൂറോ ട്രാൻസ്മിറ്റർ. ഈ ഇൻഫർമേഷൻ സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ വഴി ആക്സോൺ ടെർമിനൽ ബട്ടൺസിൽ എത്തുമ്പോൾ അവിടെ ഒരു കെമിക്കൽ റിലീസാവുന്നുണ്ട്. ആ കെമിക്കലിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ദ ഫങ്ഷൻ ഓഫ് ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഈസ് ടു ഐദർ ഇൻക്രീസ് ഓർ റെഡ്യൂസ് ദ ആക്ടിവിറ്റി ഓഫ് ദ റിസീവിങ് ന്യൂറോൺ. ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ ഫങ്ഷനൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സിനാപ്സും ഒക്കെ വരുന്ന സെക്ഷൻസിൽ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക, അവിടെ ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നുണ്ട്, ആ കെമിക്കലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ദോ ന്യൂറോൺസ് ആർ പ്രസൻറ്റ് ഇൻ ലാർജ് നമ്പേഴ്സ് ഇൻ ദ ബ്രെയിൻ. ബ്രെയിനിലാണല്ലോ ഏറ്റവും കൂടുതൽ, കാരണം എല്ലാ ഫങ്ഷൻസും നടക്കുന്നത് ബ്രെയിനിലാണ്. അപ്പം ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് ന്യൂറോൺസ് ഉള്ളത് എവിടെയാണ്, ബ്രെയിനിലാണ്. ദർ ആർ അതർ പ്രൈമറി സെൽസ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ ന്യൂറോൺസ് നോൺ ആസ് ന്യൂറാൾജിയ, ഗ്ലയൽ സെൽ ഓർ ഗ്ലയ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഗ്ലയൽ സെൽ എന്താ ചെയ്യുന്നത്, ഈ നെർവ് സെൽസിനെ സപ്പോർട്ട് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. അതേപോലെ കുറച്ച് സെല്ല് കൂടെ നമുക്ക് കാണാൻ പറ്റും, ന്യൂറോഗ്ലിയ, ഗ്ലയൽ സെൽ ഓർ ഗ്ലിയ. Glial cell also affect thinking, learning, memory, perception and help in maintaining a state of homeostasis of nervous system. ഇതിനൊക്കെ അത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഗ്ലയൽ സെൽ ഡെലിവർ ന്യൂട്രിയൻസ് ടു ന്യൂറോൺസ്. ന്യൂറോൺസിനെ പറഞ്ഞല്ലോ സപ്പോർട്ട് ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യും, അതായത് ന്യൂട്രിയൻസ് നൽകിയിട്ടൊക്കെ. പ്രൊഡ്യൂസ് മൈലിൻ ടു കോട്ട് ആക്സോൺസ്. അതായത് ഈ ഗ്ലയൽ സെൽസിനാണ് നമ്മൾ പറഞ്ഞു ആക്സോണിനെ കവർ ചെയ്തിട്ട് മൈലിൻ ഷീത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൈലിൻ ഷീത്തിന് ആ മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്, ഈ ഗ്ലയൽ സെല്ലാണ്. ക്ലീൻ അപ്പ് വേസ്റ്റ് പ്രൊഡക്ട്സ് ആൻഡ് ഡെഡ് ന്യൂറോൺസ് അല്ലേ. ന്യൂറോൺസ് എല്ലാ സെല്ലിനും ഒരു എന്താ പറയുക, പീരീഡ് ഓഫ് ടൈം ഉണ്ട്, ഡെത്താവും. അപ്പോൾ ഈ ഡെത്താവുന്നത് ക്ലീൻ ചെയ്യുന്നതും വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, ഈ ഗ്ലയൽ സെൽസ് ആണ്. ഹെൽപ്പ് ഇൻ ഇൻഫർമേഷൻ പ്രോസസ്സിങ് ആൻഡ് ഇൻഫ്ലുവൻസ് എ ജനറേഷൻ ഓഫ് ന്യൂ ന്യൂറോൺസ് ഡ്യൂറിങ് പ്രീനാറ്റൽ ഡെവലപ്മെൻറ്റ് അല്ലേ. ഒരു കുഞ്ഞ് ഡെവലപ്മെൻ്റ് ആവുന്ന സമയത്ത് ന്യൂറോൺസിൻ്റെ ഡെവലപ്മെൻറ്റിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഗ്ലയൽ സെല്ലാണ്.
The role of glial cell in neurodevelopmental disorders like autism, spectrum disorder, degenerative disorder like Alzheimer disorder, and psychiatric disorders like major depressive disorder, schizophrenia is being investigated by neuroscientists. അപ്പം ഇത്തരം എല്ലാ അസുഖങ്ങൾക്കും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ അന്ന് വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, നിങ്ങൾ വായിച്ച് നോക്കുക, മനസ്സിലായില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ്, there are 4 main types of glial cell ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദേ ആർ ഒലിഗോഡെൻഡ്രോസൈറ്റ്, മെയിൻ ടൈപ്പാണ് ഒലിഗോഡെൻഡ്രോസൈറ്റ്, ഷ്വാൻ സെൽസ്, മൈക്രോഗ്ലിയ, ആസ്ട്രോസൈറ്റ്സ്. Oligodendrocyte produce myelin for neurons in the brain and spinal cord, the central nervous system. അപ്പോൾ സെൻട്രൽ nervous സിസ്റ്റത്തിന് മൈലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് സെല്ലാണ്? ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ്. ഓക്കെ, പിന്നെ ഷ്വാൻ സെൽസ് പ്രൊഡ്യൂസ് ദ മൈലിൻ ഷീത്ത് അറൗണ്ട് ദ ന്യൂറോൺസ് ഓഫ് ദ ബോഡി, ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന യൂണിറ്റുകളിലും പറയുന്നുണ്ട്. അപ്പം സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്കുള്ള ന്യൂറോൺസിന് മൈലിൻ ഷീത്ത് സെക്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ഒലിഗോഡെൻഡ്രോസൈറ്റ് ആണ്. എന്നാൽ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലേക്കുള്ള ന്യൂറോൺസിന് സെക്രേറ്റ് ചെയ്യുന്നത് ഷ്വാൻ സെൽസ് ആണ്. ഓക്കെ, then myelin protects the shaft of the axon as well as it gives support. അപ്പോൾ മയലിൻ ഷീറ്റിൻ്റെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റ് ആണ്, ആക്സോണിനെ പ്രൊട്ടക്റ്റ് ആണ്, ഇൻഫർമേഷൻ കൊണ്ടുപോകല്ലേ, അപ്പോൾ അതിനെ സറൗണ്ടിങ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. ദെൻ സച്ച് nerve fibers are known as myelinated fibers. അപ്പോൾ മൈലിനേറ്റഡ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത ഫൈബേഴ്സിനെ, nerve ഫൈബേഴ്സിനെ നമ്മൾ എന്ത് പറയും? മൈലിനേറ്റഡ് ഫൈബേഴ്സ് എന്ന് പറയും. There are certain gaps between the myelin sheath which are known as nodes of Renvir. മൈലിൻ ഷീറ്റ് തമ്മിലുള്ള ഗ്യാപ്പ് കാണുന്നുണ്ട്, നമ്മൾ സ്ട്രക്ചർ നോക്കിയാൽ കാണും. അവിടെ ആ ഗ്യാപ്പിനെയാണ് നമ്മൾ നോട്ട്സ് ഓഫ് റെൻവീർ എന്ന് പറയുന്നത്. മൈക്രോപ്പിനെ നമ്മൾ ഒലിഗോഡെൻഡ്രോസൈറ്റ് പറഞ്ഞു, ഷ്വാൻ സെൽസ് പറഞ്ഞു, അടുത്തതാണ് മൈക്രോഗ്ലിയ. മൈക്രോഗ്ലിയ സെൽ ആർ ഇൻവോൾവ് ഇൻ ഇൻഫ്ലമേഷൻ റെസ്പോൺസ് ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റിംഗ് ദ ബ്രെയിൻ ഫ്രം ഇൻവേഡിങ് മൈക്രോ ഓർഗാനിസം. അപ്പോൾ മൈക്രോ ഓർഗാനിസത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇപ്പോൾ മൈക്രോ ഓർഗാനിസം വഴിയാണല്ലോ ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻസ് നിന്നും മൈക്രോ ഓർഗാനിസം എന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മൈക്രോഗ്ലിയ സെൽസിൻ്റെ പണി. ദെൻ ആസ്ട്രോസൈറ്റ്സ് ക്ലീൻ അപ്പ് ദ വേസ്റ്റ് മെറ്റീരിയൽ ഓഫ് ഡൈ ന്യൂറോൺസ്, അല്ലേ, ഡെത്ത് ആവുന്ന ന്യൂറോൺസിനൊക്കെ ക്ലീൻ അപ്പ് ചെയ്യുക, എന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ആസ്ട്രോസൈറ്റ്സ്. അപ്പോൾ മെയിൻ 4 ടൈപ്സ് ഓഫ് ഗ്ലൈൽ സെല്ലാണുള്ളത്. ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറയുന്നത് സെൻട്രൽ nervous സിസ്റ്റത്തിൻ്റെ മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ഷ്വാൻ സെൽസ് ആണ്. പെരിഫറൽ nervous സിസ്റ്റത്തിൻ്റെ ന്യൂറോൺസിന് വേണ്ടിയിട്ട് ഷ്വാൻ സെൽസ് മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷ്വാൻ സെല്ലാണ്. മൈക്രോഗ്ലിയ ഇൻഫെക്ഷനും മൈക്രോ ഓർഗാനിസത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പിന്നെ ഉള്ളത് ആസ്ട്രോസൈറ്റ്സ് ക്ലീൻ അപ്പ് ദ മെറ്റീരിയൽ ഓഫ് ഡൈങ് ന്യൂറോൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ട്രക്ചറും ഫങ്ഷൻസും. അപ്പം ന്യൂറോൺസിൻ്റെ സ്ട്രക്ചർ മനസ്സിലായി. സെൽ ബോഡീൻ്റെ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, എക്സോൺ ഉണ്ട്, എക്സോൺ ടെർമിനൽസ് ഉണ്ട്, എക്സോണിനെ കവർ ചെയ്തിട്ട് മൈലിൻ ഷീത്ത് ഉണ്ട്, എക്സോണിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ ആക്സോൺ ടെർമിനൽസിൻ്റെ അറ്റത്തൊരു നോബ് കാണാൻ പറ്റും, അവിടെ നിന്നാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. നമ്മൾ ഫസ്റ്റ് സെഷനിൽ തന്നെ പറഞ്ഞു, ന്യൂറോൺസ് വേരി ഇൻ ദിയർ സൈസ് ആൻഡ് ഷേപ്സ്. ന്യൂറോൺസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദിയർ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ. സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: യൂണിപോളാർ ന്യൂറോൺസ്, ബൈപോളാർ ന്യൂറോൺസ് ആൻഡ് മൾട്ടിപോളാർ ന്യൂറോൺസ്. നോക്ക്, നമ്മൾ ആ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റഡി മെറ്റീരിയലിൽ നിങ്ങൾക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും, കറക്റ്റ് മനസ്സിലാവും എന്താണ് യൂണിപോളാർ, എന്താണ് ബൈപോളാർ, എന്താണ് മൾട്ടിപോളാർ. ബൈപോളാർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു സെൽ ബോഡിയും അതായത് 2 ഭാഗത്തേക്ക് 2 ആക്സോൺ പോകുന്നതും കാണാൻ പറ്റും. യൂണിപോളാറിലാണെങ്കിൽ ഒരു സെൽ ബോഡിയും ഒരു ആക്സോൺ തന്നെയുള്ളൂ, ആക്സോൺ 2 ഡയറക്ഷനിലേക്ക് പോയിരിക്കുന്നത്. ഇവിടെ മൾട്ടിപോളാർ ആണെങ്കിൽ പിന്നെ മൾട്ടിപോളാറിൻ്റെ കേസിൽ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, ഒരു ആക്സോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഈ യൂണിപോളാർ നമ്മൾ സെൻസറി ഫങ്ഷൻസിൽ ഒക്കെയാണ് കാണുന്നത്. ബൈപോളാർ വളരെ കുറച്ചാണ് നമ്മുടെ ബോഡിയിലുള്ളത്. മെയിനായിട്ട് കാണപ്പെടുന്നത് റെറ്റിന ഓഫ് ദ ഐ, അതേപോലെ തന്നെ ഇന്നർ ഇയർ, ഓൾഫാക്ടറി പാത്തിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ബൈപോളാർ ന്യൂറോൺസിനെ കാണുന്നത്. പിന്നെ മൾട്ടിപോളാറാണ്. മൾട്ടിപോളാർ ന്യൂറോൺസ് ഹാവ് ഓൺലി 1 ആക്സോൺ but several dendrites. They are most commonly found in the brain and spinal cord. അപ്പം
മോസ്റ്റ് കോമൺലി നമ്മുടെ ബോഡിയിലുള്ള ന്യൂറോൺ ഏതാണ്? മൾട്ടിപോളർ ആണ്. ഓക്കെ, ദേ ആർ ഫർദർ ക്ലാസിഫൈഡ് ആസ് ഗോൾഗി ടൈപ്പ് 1 ആൻഡ് ഗോൾഗി ടൈപ്പ് 2 ന്യൂറോൺസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലെങ്ത് ഓഫ് ദിയർ ആക്സോൺ ആൻഡ് ഹൗ മച്ച് ദേ ബ്രാഞ്ച്. ഗോൾഗി ടൈപ്പ് 1 have very long axons and few branches and carry information further away as motor nerves. The Golgi type 2 neurons have shorter axons and branch repeatedly. These neurons act mostly locally to nearby areas. നോക്കിയാൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സ്ട്രക്ചറുമായി 3 ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളാർ. ഈ മൾട്ടിപോളാറാണ് വീണ്ടും ക്ലാസിഫൈ ചെയ്തേക്കുന്നത് ഗോൾഗി ടൈപ്പ് 1ഉം ഗോൾഗി ടൈപ്പ് 2ഉം. ഗോൾഗി ടൈപ്പ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മൾട്ടിപോളാറിന് ഒരു ആക്സോണും ഡെൻഡ്രൈറ്റ്സ് ഉള്ളത്. ഈ ആക്സോണിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണ്, അതേപോലെ തന്നെ ഡെൻഡ്രൈറ്റ്സ് കുറച്ചേ ഉള്ളതെങ്കിൽ അത് ഗോൾഗി ടൈപ്പ് 1ൽ പെടും. കാരണം നമുക്ക് മസിൽസിലിപ്പം ഒരുപാട് ദൂരത്തേക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ ഗോൾഗി ടൈപ്പ് 1 ന്യൂറോൺസ് ആണ് ഉണ്ടാവുക. ഗോൾഗി ടൈപ്പ് 2 എന്ന് പറയുന്നത് ആക്സോണിൻ്റെ ലെങ്ത് ഷോർട്ട് ആയിരിക്കും, അതേപോലെ തന്നെ ഡെൻഡ്രൈറ്റ്സിൻ്റെ നമ്പർ കൂടുതലായിരിക്കും. നിയർ ബൈ ഏരിയാസിലൊക്കെ ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമ്മൾ മൾട്ടിപോളാറിലെ ഗോൾഗി ടൈപ്പ് 2 ആണ് കാണപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് ഈസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ന്യൂറോൺസ് ആർ ഓൾസോ ക്ലാസിഫൈഡ് ഇൻ ടു ടൈപ്സ് ബേസ്ഡ് ഓൺ ദിയർ ഫംഗ്ഷൻ. ഇപ്പം സ്ട്രക്ചറായിട്ടാണ് അങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇനി ഫംഗ്ഷൻ്റെ ബേസിൽ നമ്മൾ എഫറൻ ന്യൂറോൺസ്, ഇഫറൻ ന്യൂറോൺസ് ആൻഡ് ഇൻ്റർ ന്യൂറോൺസ് എന്ന് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എഫറൻ ന്യൂറോൺസ് ആർ ദ സെൻസറി ന്യൂറോൺസ് ദാറ്റ് ക്യാരി ദ നെർവ് ഇമ്പൾസ് ടു ദ സെൻട്രൽ നെർവ് സിസ്റ്റം. അതായത് ന്യൂറോൺസ് സെൻട്രൽ നെർവ് സിസ്റ്റത്തിലേക്ക്, ബ്രെയിനിലേക്കോ സ്പൈനൽ കോഡിലേക്കോ പോകുന്ന ന്യൂറോൺസ് ആണെങ്കിൽ അതിനെ എഫറൻ്റ് ന്യൂറോൺസ്, എ ആണ് സ്റ്റാർട്ടിങ്, എഫറൻ്റ് ന്യൂറോൺസ് എന്ന് പറയും. നേരെ മറിച്ച് they are affected by changes in the environment. Then the efferent neurons എന്ന് പറയുന്നത് ഇത് ഇമ്പൾസസ് away from the brain, അതായത് ബ്രെയിനിൽ നിന്ന് പുറത്തേക്ക്, ഇപ്പം ബ്രെയിനിൽ നിന്നുള്ള മെസ്സേജ് അല്ലെങ്കിൽ സ്പൈനൽ കോഡിലുള്ള മെസ്സേജ് മറ്റ് ബോഡി പാർട്സിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന ന്യൂറോൺസിനെയാണ് നമ്മൾ ഇഫറൻ്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. രണ്ടും മനസ്സിലായല്ലോ. അഫറൻ്റ് എന്ന് പറയുന്നത് ബ്രെയിനിലേക്ക് അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മറ്റ് ബോഡി പാർട്സിലേക്കുള്ളതാണ് ഇഫറൻ്റ് ന്യൂറോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഇൻ്റർ ന്യൂറോൺസ്. ഇൻ്റർ ന്യൂറോൺസ് ലൈ വിതിൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അതായത് അതങ്ങോട്ടും പോണില്ല. ഇത് അഫറൻ്റിൻ്റെയും ഇഫറൻ്റിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർ റിലേഷൻഷിപ്പ് ആക്കുന്ന ആളാണ് ആര്? ഇൻ്റർ ന്യൂറോൺസ് എന്ന് പറയുന്നത്. ദേ ക്യാരി ഇൻഫർമേഷൻ ഫ്രം ദ അഫറൻ ന്യൂറോൺസ് ടുവേർഡ് ദ ഇഫറൻ ന്യൂറോൺസ് ഇൻസൈഡ് ദ സ്പൈനൽ കോഡ് ആൻഡ് മച്ച് ഓഫ് ദ ബ്രെയിൻ. അതായത് ബ്രെയിനിനകത്ത് നിന്ന് ഇങ്ങോട്ടേക്കും ഒരു എന്താ പറയുക, ഒരു മോഡറേറ്ററായിട്ട് നിൽക്കുന്നവരാണ് ആര്? ഈ ഇൻ്റർ ന്യൂറോൺസ്. ഓക്കെ, neurons are placed in the form of a reflex arc to conduct impulses to and from the brain and spinal cord. The most common reflex is the one that consists of an afferent neuron, an interneuron and an efferent neuron. അതായത് ഒരു ആർക്ക് പോലെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് അല്ലേ. അതായത് ഒരു ഇൻഫർമേഷൻ ബ്രെയിനിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു, അതൊരു എഫറന്റ് ന്യൂറോൺ ആയിരിക്കും. ഈ ബ്രെയിനിനകത്ത് അവിടെ ഒരു ഇവരെ കണക്ട് ചെയ്യാൻ ഒരു ഇൻ്റർ ന്യൂറോൺ കാണും. ഈ ഇൻ്റർ ന്യൂറോൺ ഇഫറന്റ് ന്യൂറോണിലേക്ക് പോകുന്നു. അപ്പോൾ ഇത് മൂന്നും ഉൾക്കൊള്ളുമ്പോൾ അതൊരു ആർക്കായിട്ട് വരുന്നുണ്ട്. അതാണ് നമ്മൾ റിഫ്ലെക്സ് ആർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, ന്യൂറോണിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഇനി ഫങ്ഷൻസ് ഓഫ് ദ ന്യൂറോൺ ആണ് നെക്സ്റ്റ് സെക്ഷൻ. നെക്സ്റ്റ് ഇസ് ഫങ്ഷൻസ് ഓഫ് എ ന്യൂറോൺ. ഫങ്ഷൻസ് നമുക്കറിയാം, നമ്മൾ ഇൻട്രൊഡക്ഷൻ വായിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരുവിധം മനസ്സിലായിട്ടുണ്ടാവും. ന്യൂറോൺസ് ആർ ഇൻവോൾവ്ഡ് ഇൻ ഓൾ റിഫ്ലെക്സ് ആക്ഷൻ, അല്ലേ, റേഞ്ചിങ് ഫ്രം സിമ്പിൾ ടു കോംപ്ലെക്സ്. എല്ലാത്തിനും ന്യൂറോൺസ് വെരി ഇമ്പോർട്ടൻറ്റ് റോളാണുള്ളത് നമ്മുടെ ബിഹേവിയറിലും എവ്രിതിങ്. ഇപ്പോൾ നമ്മളൊരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് പെർസീവ് ചെയ്യാൻ, പിന്നെ നമ്മളൊരു ഇതിൽ കുറച്ച് എക്സാമ്പിൾ പറയുന്നുണ്ട്. വി ആർ ഏബിൾ ടു സീ എൻ ഒബ്ജെക്റ്റ് ഇസ് പോസിബിൾ ബിക്കോസ് റിസെപ്റ്റേഴ്സ് ഇൻ ദ ഐ കമ്മ്യൂണിക്കേറ്റ് ദിസ് ടു ദ ബ്രെയിൻ, അല്ലേ. ബ്രെയിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് ഇന്ന വസ്തുവാണ് നമ്മൾ കണ്ടത് എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗ്ലാസ് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക, അപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുക എന്നുള്ളൊരു, അതായത് കൈ വിടാൻ പാടില്ല, വിട്ട് കഴിഞ്ഞാൽ അത് താഴെ വീണ് പൊട്ടും എന്നൊരു ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ബ്രെയിനിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമ്മുടെ മസിൽസിനോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്ത് അങ്ങനെ തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഹോൾ ബോഡി, ഹോൾ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. അതാണ് ഫങ്ഷൻസ് ഓഫ് എ ന്യൂറോൺ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ പ്രോഗ്രസ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബോക്സ് കാണാം, ലേബൽ ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് ന്യൂറോൺ, അല്ലേ. നമ്മൾ പഠിച്ച കാര്യമാണ്. ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ന്യൂറോൺ, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ലിസ്റ്റ് ടൈപ്സ് ഓഫ് ഗ്ലയൽ സെൽ, 4 ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് ഓഫ് ഗ്ലയൽ സെല്ലും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്. നെക്സ്റ്റ് ന്യൂറൽ കണ്ടക്ഷൻ. ന്യൂറൽ കണ്ടക്ഷൻ ഒരു എന്താ പറയുക, സിമ്പിളാണ്, മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്, അല്ലെങ്കിൽ കുറച്ചൊരു ടഫുള്ള കാര്യമാണ്. നെർവ് കണ്ടക്ഷൻ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ പറഞ്ഞു തരാം.
എന്നിട്ട് നമുക്ക് മെറ്റീരിയലിലോട്ട് പോകാം. ജസ്റ്റ് നിങ്ങൾ ഇതൊരു സെല്ലായിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, സെല്ലിന് അകത്തും പുറത്തൊക്കെ ഫ്ലൂയിഡ് ഉണ്ടാവും. പുറത്തെ ഫ്ലൂയിഡിനെ നമ്മൾ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും അകത്തെ ഫ്ലൂയിഡിനെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എന്നും പറയും. ഓക്കെ, അതായത് സൈറ്റോപ്ലാസം. പിന്നെ സെല്ലിനകത്തും പുറത്തും അയോൺസ് ഉണ്ട്. അയോൺസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ്ഡ് അയോൺസിനാണെങ്കിൽ നമ്മൾ കാറ്റയോൺസ് എന്നും നെഗറ്റീവ് ചാർജ്ഡ് അയോൺസിനാണെങ്കിൽ നമ്മൾ ആനയോൺസ് എന്നും പറയും. ഓർത്ത് വെച്ചേക്കാം. അപ്പം പുറത്ത് ഇങ്ങനെ കുറേ സോഡിയം Na+ കാണും, K+ കാണും, അങ്ങനെ കുറച്ച്. അതേപോലെ തന്നെ അകത്തും എന്തുണ്ടാവും? Na+ ഉണ്ടാവും, K+ ഉണ്ടാവും. ഓക്കെ, കുറച്ച് നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിൻ്റെ ക്ലോറിനും അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ടത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, ട്രാൻസ്പോർട്ട് ചാനൽസ് ഈ സെല്ലിൻ്റെ സർഫസിലായിട്ട് കാണാൻ പറ്റും. ട്രാൻസ്പോർട്ട് ചാനൽസ് ഇത് ഇങ്ങനെയൊന്നല്ല കേട്ടോ, ജസ്റ്റ് നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ട്രാൻസ്പോർട്ട് ചാനൽസ് കാണാൻ പറ്റും. അത് അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, പാസീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്, അങ്ങനെയൊക്കെ. അതായത് എനർജി ഉപയോഗിച്ചിട്ട്, പിന്നെ ഡിഫ്യൂഷൻ വഴി, കോൺസെൻട്രേഷൻ നോക്കിയിട്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ സോഡിയത്തിന് മാത്രം കയറ്റിവിടുന്ന ട്രാൻസ്പോർട്ട് ഉണ്ടാവും, ചാനൽസ് ഉണ്ടാവും. K+നെ മാത്രം കയറ്റിവിടുന്ന ചാനൽസൊക്കെ ഉണ്ടാവും. അപ്പം റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവിടെ ഇൻഫർമേഷൻ ഒന്നും പാസ് ചെയ്യുന്നില്ല, ഇത് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തുള്ളൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് K+ൻ്റെ ചാനൽസ് മാത്രമേ ഓൺ ആവത്തുള്ളൂ. ഇതൊക്കെ ഇനാക്റ്റീവ് ആയിരിക്കും. അതായത് സോഡിയത്തിൻ്റെതും മറ്റ് നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിനെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടില്ല. ഈ റെസ്റ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ ചാനൽസ് പൊട്ടാസ്യത്തിനെ മാത്രം എന്ത് ചെയ്യുള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടത്തി വിടുള്ളൂ. സോഡിയത്തിനെയോ നെഗറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസിനെയോ ഒന്നും തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടോ ഇവിടുന്ന് അങ്ങോട്ടോ എന്ത് ചെയ്യുന്നില്ല, കടത്തി വിടുന്നില്ല. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ. അപ്പോൾ എന്ത് ചെയ്യും? ഈ സോഡിയം എന്ത് ചെയ്യും? സുഖമായിട്ട് പുറത്തേക്ക് പോവും, അകത്തേക്ക് വരും. ഓക്കെ, സോഡിയം ആണെങ്കിൽ, സോറി ഞാൻ എന്താ പറഞ്ഞത്, പൊട്ടാസ്യം അല്ലേ, പൊട്ടാസ്യം അങ്ങോട്ടേക്ക് പോവും, ഇങ്ങോട്ടേക്ക് വരും. സോഡിയം ആണെങ്കിൽ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ഉണ്ടാവും, കാരണം അങ്ങോട്ടേക്ക് പോകാനാവില്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും ആവില്ല. ഓക്കെ, അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ പൊട്ടാസ്യത്തിനെ കാണുന്നത് ഉള്ളിലാണ്, ഏറ്റവും കൂടുതൽ സോഡിയത്തിനെ കാണുന്നത് പുറത്താണ്. അതെങ്ങനെയെന്നുള്ളത് പറഞ്ഞുതരാം. അപ്പം ഇത്രമാത്രം മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ പൊട്ടാസ്യം അകത്താണുള്ളത്. അപ്പോൾ പൊട്ടാസ്യം എന്ത് ചെയ്യും? പുറത്തേക്ക് വരും. കാരണം ഡിഫ്യൂഷൻ എന്ന് പറയുന്നൊരു ടെൻഡൻസി ഉണ്ടല്ലോ, ഹൈ കോൺസെൻട്രേഷൻ നിന്ന് ലോ കോൺസെൻട്രേഷനിലേക്ക് വരുന്നത്. അപ്പോൾ പൊട്ടാസ്യം പുറത്തേക്ക് വരും. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ നമ്മൾ പൊട്ടൻഷ്യൽ പഠിക്കുന്നതാണ്. അതായത് ഒരു പോസിറ്റീവ് ചാർജിന് ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു Cl- ഉണ്ടാവും അല്ലേ, ഒരു ഗേൾ ഫ്രണ്ടും കൂടെ ഉണ്ടാവും, Cl- കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഗേൾ ഫ്രണ്ടിൻ്റെ കണ്ണ് പൊട്ടിച്ചിട്ട് ഈ പോസിറ്റീവ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവരിവിടെ ഒറ്റക്കാവും അല്ലേ. അങ്ങനെ ഓരോ പൊട്ടാസ്യം പുറത്തേക്ക് വരുമ്പോഴും അകത്ത് നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും? കൂടിക്കൂടി വരും അല്ലേ. അങ്ങനെ പൊട്ടാസ്യം ഇറങ്ങി വരുംതോറും നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തു? ഉള്ളിൽ കൂടിക്കൂടി വന്നു. പുറത്താണെങ്കിലോ പൊട്ടാസ്യം പുറത്തെത്തിയില്ലേ, ഇവിടെ സോഡിയം പ്ലസ് ഓൾറെഡി ഉണ്ട്, പൊട്ടാസ്യവും പുറത്തേക്ക് വന്നു. ഇവിടെ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജ് കൂടി വരും. അപ്പോൾ ഇവിടെ ഒരു കെമിക്കൽ റേഡിയൻ്റ് ഉണ്ടാവും അല്ലേ, പുറത്ത് പോസിറ്റീവ് ചാർജും ഉള്ളിൽ നെഗറ്റീവ് ചാർജും ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ ഒരു പൊട്ടൻഷ്യലിന് കാരണമാവും. പിന്നെ എങ്ങനെയാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഇവിടെ കുറേ നെഗറ്റീവ് ചാർജ് കൂടി. ഇപ്പം പണ്ടത്തെ പോലെ ചാനലൊക്കെ ഓപ്പൺ ആണ്, പക്ഷേ ഈ ചാനലിലൂടെ പണ്ടത്തെ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, K+ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. കാരണം അത്രയും നെഗറ്റീവ് ചാർജ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ കൂടും അല്ലേ. ഈ ഇത്രയും നെഗറ്റീവ് ചാർജ് ഉള്ളവർ ഉണ്ടാകുമ്പോൾ അതിനിടയിൽ കൂടെ ഇറങ്ങി വരാൻ കഴിയില്ല, ഇവർ സമ്മതിക്കില്ല. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുമ്പോഴാണ് അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നത്. ആ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി എങ്ങനെയാണ് അകത്ത് പൊട്ടാസ്യം കൂടുതലും ഉള്ളിൽ പുറത്ത് സോഡിയം കൂടുതലും ചെയ്യുന്നത്? അതിനുള്ള ആൻസറാണ് സോഡിയം പൊട്ടാസ്യം പമ്പ്. സോഡിയം പൊട്ടാസ്യം പമ്പ് കേട്ടിട്ടില്ലേ നിങ്ങൾ? സോഡിയം പൊട്ടാസ്യം പമ്പ് എന്ന് പറയുന്നത് പിന്നെ ഒരു ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ്. ഇതെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ,
3 Na+നെ പുറത്തേക്ക് വിടുമ്പോൾ 2 K+നെ എന്ത് ചെയ്യുന്നുള്ളൂ, ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ. അതായത് ഒരു ടൈമിൽ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് 3 Na+നെ ഇവിടുന്ന് പുറത്തേക്ക് വിടുമ്പോൾ 2 ആളെ എന്ത് ചെയ്യുന്നുള്ളൂ, ഉള്ളിലേക്ക് വിടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും K+ കൂടുകയും പുറത്ത് Na+ കൂടുകയും ചെയ്യാം. പിന്നെ ഇവിടെയും നെഗറ്റീവ് ചാർജ് കൂടാനൊരു ചാൻസ് ഉണ്ട്. കാരണം 3 Na+ പോകുമ്പോൾ ഇവിടെ 3 നെഗറ്റീവ് ചാർജ് ബാക്കിയാവില്ലേ. എന്നാൽ ഉള്ളിലേക്ക് 2 K+ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ഇതേ പോസിറ്റീവ് ആവുള്ളൂ. ഒന്ന് വീണ്ടും നെഗറ്റീവ് ചാർജ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളിൽ നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജും കൂടുന്നത്. ഇതാണ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് മെത്തേഡിലോട്ട് പോവാം. ജസ്റ്റ് വായിച്ച് നോക്കാം. നിങ്ങൾ വായിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. A neuron that is at rest, that is not firing a nerve impulse or a message, is actually electrically charged. There is a jelly-like solution inside and outside the cell which consists of a charged particle known as ions. നമ്മൾ പറഞ്ഞു, there are electrical charges across the neural membranes which constitute the positively charged ions known as cations and negatively charged ions known as anions. Both positive and negative charged ions are present inside and outside the cell. There are mostly negatively charged ions inside the cell and positively charged ions outside the cell. അതെങ്ങനെയാണ് ഉള്ളിൽ നെഗറ്റീവ് ആയത്, എങ്ങനെയാണ് പോസിറ്റീവ് ആയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ദിസ് ഇസ് ബിക്കോസ് ഓഫ്, അതിൻ്റെ കാരണം ഇതിൽ പറയുന്നത് ദിസ് ഇസ് ബിക്കോസ് ഓഫ് ഡിഫ്യൂഷൻ, പ്രോസസ് ഓഫ് അയോൺസ് മൂവിങ് ഫ്രം ഏരിയാസ് ഓഫ് ഹൈ കോൺസെൻട്രേഷൻ ടു ഏരിയാസ് ഓഫ് ലോ കോൺസെൻട്രേഷൻ. റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യലിൻ്റെ സമയത്ത് പിന്നെ പൊട്ടാസ്യത്തിൻ്റെ ചാനൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ആക്റ്റീവ് ആവുന്നുള്ളൂ, അത് മാത്രമേ സമ്മതിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുള്ളൂ. ആൻഡ് ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ നമ്മൾ പറഞ്ഞു അല്ലേ, K+ അധികം ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ അവിടെ നെഗറ്റീവ് ചാർജ് ബിൽഡ് ചെയ്യും, അവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് പ്രഷർ ഉണ്ടാവുന്നുണ്ട്. ദെൻ ദ ബാലൻസ് ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് വെൻ ദ അയോൺസ് ആർ അറ്റ് റെസ്റ്റ്. ദെൻ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം. പിന്നെ നെഗറ്റീവ്ലി ചാർജ് വരുന്നത് ക്ലോറൈഡ്. ദർ ഈസ് എ റിലേറ്റീവ്ലി മോർ പോസിറ്റീവ് ചാർജ് നെക്സ്റ്റ് ടു ദ പ്ലാസ്മ മെംബ്രെയിൻ ഓൺ ദ ഔട്ട് സൈഡ് ആൻഡ് എ റിലേറ്റീവ്ലി മോർ നെഗറ്റീവ് ചാർജ് ഓൺ ദ ഇൻസൈഡ് ഓഫ് ദ മെംബ്രെയിൻ. നമ്മൾ കണ്ടു. ദെൻ ദിസ് ഡിഫറൻസ് ഇൻ ഇലക്ട്രിക്കൽ ചാർജ് അക്രോസ് ദ മെംബ്രെയിൻ ഈസ് നോൺ ആസ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ആ ചാർജ് ഡിഫറൻസ് ആണ് എന്ത്, മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. ഇൻ ആൻ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ദ ന്യൂറോൺ ഈസ് സെയ്ഡ് ടു ബി റെസ്റ്റിംഗ്. ഇറ്റ് ഡിസ്പ്ലേസ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഓർ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ഓഫ് -70 millivolt. നമ്മൾ ഫിസിക്സിലൊക്കെ പൊട്ടൻഷ്യലും വോൾട്ടൊക്കെ നോക്കുന്നില്ലേ, അപ്പോൾ -70 millivolt. ദിസ് ഈസ് നോൺ ആസ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ. The magnitude of the potential difference is measured in volts or millivolts. The resting membrane potential is maintained with the help of principle of diffusion. Like diffusion കാരണമാണ്. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ, അയോൺ ചാനൽ, സോഡിയം പൊട്ടാസ്യം പമ്പ്, ഇതൊക്കെയാണ് ഉള്ളിലെ നെഗറ്റീവ് ചാർജും പുറത്ത് പോസിറ്റീവ് ചാർജും മെയിൻറ്റെയിൻ ചെയ്തിട്ട് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഉണ്ടാക്കുന്നത്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. മെയിൻ പ്രിൻസിപ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഫ്യൂഷൻ, ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ, അയോൺ ചാനൽസ് ആൻഡ് സോഡിയം പൊട്ടാസ്യം പമ്പ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ദ നെർവ് ഇമ്പൾസ് ഇസ് ബ്രീഫ് ആൻഡ് ഇറ്റ് ഗോസ് ത്രൂ ദ സെൽ ബോഡി ടു ദ ആക്സോൺ ടു ദ ടെർമിനൽ ബട്ടൺസ്. അല്ലേ, ഇനി ഇപ്പോൾ റെസ്റ്റിലുള്ളത് ഒരു ഇൻഫർമേഷൻ വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു സെൽ ബോഡിയിൽ നിന്ന് ആക്സോൺ വഴി ആക്സോൺ ടെർമിനൽസ്, ആക്സോൺ ബട്ടൺസിലേക്ക് എത്തുക ചെയ്യുന്നത്. വെൻ ദർ ഈസ് എ സ്റ്റിമുലസ് അറ്റ് ദ സ്പൈക്ക് ഇനീഷ്യേറ്റിംഗ് റീജിയൻ ദാറ്റ് റീച്ചസ് ദ ത്രെഷോൾഡ് ഓഫ് എക്സൈറ്റേഷൻ, ഇറ്റ് ഡീപോളറൈസസ് ദ മെംബ്രെയിൻ. ദിസ് ലെറ്റ്സ് ദ സോഡിയം അയോൺസ് മൂവ് ഇൻ ടു ദ സെൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫോഴ്സ് ഓഫ് ഡിഫ്യൂഷൻ ഓർ വയ ഇലക്ട്രോസ്റ്റാറ്റിക് പ്രഷർ. ദിസ് മേക്സ് ദ ഇൻസൈഡ് ഓഫ് ദ മെംബ്രെയിൻ മോർ പോസിറ്റീവ് വിത്ത് റെസ്പെക്ട് ഔട്ട്സൈഡ് ഫോർ എ ടെമ്പററി period of time from then the action potential. അപ്പോൾ നമ്മൾ റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അതേപോലെ ഞാൻ ആക്ഷൻ പൊട്ടൻഷ്യലും പറഞ്ഞുതരാം. ഇവിടെ ആക്ഷൻ പൊട്ടൻഷ്യലാണ് പറയുന്നത്. അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന സമയത്ത് അവിടെ ഒരു ഇൻഫർമേഷൻ വരുന്ന സമയത്ത് എന്താ അവിടെ നടക്കുന്നത്, എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നുള്ളത്. പിന്നെ ബോക്സിൽ അയൺ ചാനൽസ് എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. Ion channels are present in the membranes of all excitable cell. It can be defined as pore forming membrane proteins that allow ions to pass through the channels. They are responsible for establishing a resting membrane potential, shaping action potential and other electric signals. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടാൻ വേണ്ടിയിട്ടുള്ള ചാനൽസ് ആണ്. പിന്നെ സോഡിയം പൊട്ടാസ്യം പമ്പ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയാണ്. ഒരു ടൈമിൽ 3 Na+നെ പുറത്തേക്ക് വിടുമ്പോൾ 2 K+നെയാണ് അത് ഉള്ളിലേക്ക് കയറ്റുന്നത്. ഓക്കെ, പിന്നെ ദ ആക്ഷൻ പൊട്ടൻഷ്യൽ ഈസ് എൻ ഓൾ ഓർ നൺ ലോ. ഓൾ ഓർ നൺ ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ പറയുന്ന സമയത്ത് പറയാം. ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ ഇതിൽ പറയുന്നത് ദിസ് ഇൻഫർമേഷൻ ഈസ് സെൻഡ് ഡൗൺ ആക്സോൺസ് വയ സ്മോൾ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് കോൾഡ് ആസ് ആക്ഷൻ പൊട്ടൻഷ്യൽസ്. ഓക്കെ, മെറ്റീരിയലിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ മെറ്റീരിയൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ജസ്റ്റ് സിനാപ്സ് എന്താണ്,
ഒന്ന് നോക്കുക. സപ്പോസ് ഇതൊരു ന്യൂറോൺ ആണ്. ഇത് ആക്സോണ്. ആക്സോൺ ടെർമിനൽസ് ആവുന്നു. ഈ ആക്സോൺ ടെർമിനൽസിൻ്റെ അറ്റത്ത് ആക്സോൺ ടെർമിനൽ ബട്ടൺസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളതിനെ നോബ്, സിനാപ്റ്റിക് നോബ് എന്ന് പറയും. ഓക്കെ, ഇനി ഇതിന് ഡെൻഡ്രൈറ്റ്സ് വേണമല്ലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു ന്യൂറോൺ ഉണ്ട്. ആക്സോണ്. ഓക്കെ, ഇതിങ്ങനെ പോകുന്നു. ഇതിന് ഡെൻഡ്രൈറ്റ്സ്. ഈ ഏരിയയില്ലേ, ഇതാണ് സിനാപ്സ്. ഒരു സിനാപ്സിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഒരു ന്യൂറോണിൻ്റെ ആക്സോൺ, അതായത് ഇവിടുന്ന് മെസ്സേജ്, ഈ സെൽ ബോഡിയിൽ നിന്ന് മെസ്സേജ് ആക്സോൺ വഴി, മെസ്സേജ് ഒരു ഇമ്പൾസ് ആക്സോൺ വഴി ആക്സോൺ ടെർമിനൽസിലൂടെ എവിടെ എത്തിയിരിക്കുകയാണ്? ഈ ടെർമിനൽ ബട്ടൺസിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടത്തേക്ക് കൊടുക്കണം. ഈ ഡെൻഡ്രൈറ്റ്സിൻ്റെ ഇവിടെ എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ റിസപ്റ്ററിന് ഈ സ്റ്റിമുലൈനെ കിട്ടണം. എങ്ങനെ? ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു അല്ലേ? അപ്പം ഈ ഒരു ഇവിടെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ അവിടെയുള്ള സ്ട്രക്ചർ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറാണ് സിനാപ്സ് എന്ന് പറയുന്നത്. ഈ ന്യൂറോണിനെ നമ്മൾ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നും ഈ ന്യൂറോണിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നും, അതായത് ആക്സോൺ ബട്ടൺസ് ഉള്ളത്, ടെർമിനൽ ബട്ടൺസ് ഉള്ളതിനെ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ എന്നും ഇതിനെ ഡെൻഡ്രൈറ്റ്സ് ഉള്ളതിനെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്നും പറയുന്നു. പിന്നെ ഈ ടെർമിനൽ ബട്ടൺസിനെ നമ്മൾ എന്ത് പറയുന്നു? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു. എന്താണ്? സിനാപ്റ്റിക് നോബ്. ഓക്കെ, പിന്നെ ഈ സ്പേസ് ഉണ്ടല്ലോ, ഈ സ്പേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിനാപ്റ്റിക് ക്ലഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിനാപ്റ്റിക് ക്ലഫ്റ്റ്, സിനാപ്റ്റിക് സിനാപ്റ്റിക് നോബ്, ഇതൊക്കെ പിന്നെ പ്രീ സിനാപ്റ്റിക് ന്യൂറോണ്, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണ്, ഇതൊക്കെ കൂടിയിട്ടുള്ളതാണ് എന്ത്? സിനാപ്സ് എന്ന് പറയുന്നത്. പിന്നെ സിനാപ്സ് രണ്ട് തരമുണ്ട്. ഇലക്ട്രിക്കൽ സിനാപ്സ് ഉണ്ട്, കെമിക്കൽ സിനാപ്സ് ഉണ്ട്. ഇലക്ട്രിക്കൽ സിനാപ്സ് എന്ന് പറയുമ്പോൾ മെസ്സേജ് ഇവിടെ എത്തി. ഇലക്ട്രിക്കൽ സിനാപ്സ് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ വളരെ റെയറാണ്. ഉണ്ടെങ്കിൽ തന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ഇലക്ട്രിക്കലാണല്ലോ, ഒരു ഇലക്ട്രിക് ഷോക്ക് വഴി എന്ത് ചെയ്യും? ഈ റിസപ്റ്റർ അത് എടുക്കും. ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് കെമിക്കൽ സിനാപ്സ് ആണ്. കാരണം നമ്മുടെ ബോഡിയിൽ അധികവും കെമിക്കലായിട്ട്, ഇലക്ട്രിക്കൽ സിനാപ്സ് ഇവിടുന്ന് കെമിക്കലായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് മെസ്സേജ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ഈ ഒരു സിനാപ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഇതൊരു സിനാപ്സ് ആണെങ്കിൽ ഇതിനകത്ത് കുറേ എന്തുണ്ട്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, കെമിക്കൽസ് ഉണ്ട്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങളൊന്ന് മെറ്റീരിയലിലോട്ട് പോയി കഴിഞ്ഞാൽ സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, സ്ട്രക്ചർ ഓഫ് സിനാപ്സ് പറയുന്നുണ്ട്. അതും ആ 3 സ്ട്രക്ചറാണ് കാണിക്കുന്നത്: സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് ക്ലഫ്റ്റ്. ഓക്കെ, പിന്നെ സിനാപ്റ്റിക് നോബിൻ്റെ ഉള്ളിൽ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ട്. അതാണ് ഫ്ലൂയിഡ് ഫിൽഡ് സാക്ക് ഞാൻ പറഞ്ഞു അല്ലേ. കെമിക്കൽസിൻ്റെ, ആ കെമിക്കൽസിൻ്റെ പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നുള്ളത്. ഇനി അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് നോക്കാം. അതാണ് സ്റ്റെപ്പ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. വെൻ ദ നെർവ് ഇമ്പൾസ് റീച്ചസ് ദ ടെർമിനൽ ബട്ടൺസ് ഓഫ് ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ, അതായത് ഇമ്പൾസ് ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നത്? സെൽ ബോഡി വഴി എവിടെ എത്തി നിൽക്കുകയാണ്? പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ടെർമിനൽ ബട്ടൺസിൽ എത്തി നിൽക്കുകയാണ്. ദ കാൽഷ്യം അയോൺസ് മൂവ് ഇൻസൈഡ് ദ മെംബ്രെയിൻ വെരി റാപ്പിഡ്ലി. അപ്പോൾ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ കാൽഷ്യം അയോൺസ് എന്ത് ചെയ്യും? പെട്ടെന്ന് ആ മെംബ്രെയിനുള്ളിൽ നിന്ന് മൂവ് ചെയ്യും. ദിസ് കോസസ് ദ വെസിക്കിൾസ് ടു മൂവ് അബൌട്ട് ഇൻ ദ സിനാപ്റ്റിക് നോബ് ആൻഡ് മേർജ് വിത്ത് ദ വാൾസ് ഓഫ് ദ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ മെംബ്രെയിൻ. അപ്പം കാൽഷ്യം മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ടല്ലോ എവിടെ? പ്രീ സിനാപ്റ്റിക് ന്യൂറോണിൽ, അതായത് സിനാപ്റ്റിക് നോബിൻ്റെ അടുത്ത്, അതിൻ്റെ മെംബ്രെയിൻ്റെ അടുത്ത് വന്ന് നിൽക്കും. വെൻ ദിസ് ഹാപ്പൻ ദെൻ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആർ റിലീസ്ഡ് ഫ്രം ദ വെസിക്കിൾ. ആ വെസിക്കിൾസിൽ നിന്ന് എന്ത് ചെയ്യും? ഈ കാൽഷ്യം മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് എന്ത് ചെയ്യും? റിലീസ് ചെയ്യപ്പെടും. The neurotransmitters move across the synaptic cleft and try to reach the plasma membrane of the postsynaptic neuron. അപ്പം ഈ കെമിക്കൽ എന്ത് ചെയ്യും?
ആ മെസ്സേജിനെ ആ റിസപ്റ്റേഴ്സിനെ എന്ത് ചെയ്യും, ക്യാച്ച് ചെയ്തിട്ട് ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും. അപ്പോൾ ഈ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിലുള്ള ഡെൻഡ്രൈറ്റിലുള്ള റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരെന്ത് ചെയ്യും, ഇവരെ ക്യാച്ച് ചെയ്യും. Then they bind with the receptors placed on the membrane of the postsynaptic neuron. This causes a local postsynaptic potential. The excitatory neurotransmitters cause the sodium ions to come inside the membrane much faster than the potassium ion move out from the membrane. This state is known as excitatory postsynaptic potential. അപ്പോൾ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ട്, സോഡിയം പൊട്ടാസ്യം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സൈറ്റ് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് മൂവ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ മാറ്റം സംഭവിച്ചു. കാൽഷ്യം അയോൺസ് മൂവ് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് നോബിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്റ്റിക് ക്ലഫ്റ്റിലേക്ക് റിലീസ് ആവുകയും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സിലുള്ള റിസപ്റ്റേഴ്സ് അതിനെ ക്യാച്ച് ചെയ്യും. അങ്ങനെ ഇപ്പോൾ ഇൻഫർമേഷൻ എവിടെ എത്തി, പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ്സിലേക്ക് എത്തി. എന്നിട്ട് അവിടുന്ന് സെൽ ബോഡിയിലേക്ക് പോവുകയും ആക്സോൺ വഴി വീണ്ടും അത് കണ്ടക്ട് ചെയ്ത് ആക്ഷൻ പൊട്ടൻഷ്യലായിട്ട് അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, once a threshold point of excitatory postsynaptic potential is reached, the action potential is initiated in the postsynaptic membrane. അല്ലേ, അവിടെ എന്ത് ചെയ്യും, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും, ഇൻഫർമേഷൻ അതിൻ്റെ ആ ന്യൂറോണിൻ്റെ ആക്സോൺ ബട്ടൺസിലേക്ക്, ടെർമിനൽ ബട്ടൺസിലേക്ക് എത്തും. ഓക്കെ, then neurotransmitters that do not bind to the receptors are then sent back to the synaptic node. That they are either taken back into the synaptic vesicles or to be used again in the process known as reuptake, or are degraded using the synaptic enzymes. In this way the synapses are clear for the next release of neurotransmitters. അതായത് ഇപ്പം എല്ലാ ന്യൂറോ ട്രാൻസ്മിറ്ററും ഈ മെസ്സേജിനെ ഈ റിസപ്റ്റർ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ബാക്കിയുള്ളത് ഒന്നുണ്ടെങ്കിൽ അടുത്തതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ ചിലത് എൻസൈം അവിടെ ഉപയോഗിച്ചിട്ട് ഡീഗ്രേഡ് ആയി പോകും. എങ്ങനെയെങ്കിലും അവർ അടുത്തതിന് വേണ്ടിയിട്ട് ആ സിനാപ്സ് എന്ത് ചെയ്യും, ക്ലിയർ ചെയ്ത് വെക്കും, ക്ലീൻ ചെയ്ത് വെക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. വരുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സിനാപ്സും. ഇമ്പോർട്ടൻസ് ഓഫ് സിനാപ്സ് നമുക്ക് അതിൻ്റെ ഫങ്ഷൻസ് അറിയുമ്പോൾ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. ഇവിടെ ഒരു 4 പോയിന്റുകൾ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതാണ്. കാരണം നമ്മൾ ഓൾറെഡി അതിൻ്റെ ട്രാൻസ്മിഷനും അതിൻ്റെ ഫങ്ഷനും മനസ്സിലാക്കുമ്പോൾ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ഓൾറെഡി മനസ്സിലാവും. ഇവിടെ 4 പോയിൻറ്റ്സ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. പിന്നെ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. പിന്നെ അത് റിലീസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരു കുറച്ച് ജനറലായിട്ട് കാര്യങ്ങൾ, കാരണം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഈ ബോക്സ് നോക്കുക. ഈ ബോക്സിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനാണ് മേലെ കാണുന്ന ആ പാരഗ്രാഫ്. അപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഫങ്ഷൻസും അതിൻ്റെ പേരും ഒക്കെ, ഇപ്പോൾ അസറ്റൈൽ കോളൈൻ ഫങ്ഷൻസ്, എഫക്ട്സ്, മൂവ്മെൻറ്റ്, ലേണിംഗ്, മെമ്മറി ഒക്കെ. പിന്നെ ഗാബ അമിനോബ്യൂട്രിക് ആസിഡ്, എൻഡോർഫിൻസ്, ഡോപ്പമിൻ, എപ്പിനെഫ്രിൻ ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ടാബിളിൽ കാണുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അസറ്റൈൽ കോളിൻ, ഗാബ അമിനോബ്യൂട്രിക് ആസിഡ്, എൻഡോർഫിൻ, ഡോപ്പമിൻ, എപ്പിനെഫ്രിൻ, സെറട്ടോണിൻ. അപ്പോൾ നിങ്ങളതൊന്ന് വായിച്ചു നോക്കാം. പിന്നെ ഡോപ്പമിൻ ഹൈപ്പോത്തസിസ് ആൻഡ് ദ റോൾ ഓഫ് ഗ്ലൂട്ടമേറ്റ് ഇൻ സ്കീസോഫ്രീനിയ. Abnormalities in dopamine transmission is one of the causes of psychotic disorders such as schizophrenia. സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു മെൻ്റൽ ഡിസോർഡറാണ്. അതായത് പിന്നെ എന്തൊക്കെയോ ഒരു തോന്നലുകളും ലാക്ക് ഓഫ് മോട്ടിവേഷനും പിന്നെ ഹാലൂസിനേഷനും പിന്നെ ഒരു പെർസീവ് ചെയ്യുന്നതിലൊക്കെ മൊത്തത്തിലുള്ളൊരു മെൻ്റൽ ഡിസോർഡറിനെയാണ് നമ്മൾ സ്കീസോഫ്രീനിയ എന്ന് പറയുന്നത്. ഡോപ്പമിൻ ഹൈപ്പോത്തസിസ് ഓഫ് സ്കീസോഫ്രീനിയ സ്റ്റേറ്റ് ദാറ്റ് സ്കീസോഫ്രീനിയ ഇസ് കോസ്ഡ് ഡ്യൂ ടു എക്സസീവ് ആക്ടിവിറ്റി അറ്റ് ഡോപ്പമിൻ സിനാപ്സസ് ഇൻ സർട്ടൻ ബ്രെയിൻ ഏരിയാസിലുള്ള ഡോപ്പമിൻ്റെ എക്സസീവ് ആക്ടിവിറ്റി കാരണമാണ് ഈ മെൻ്റൽ ഡിസോർഡർ വരുന്നതെന്നാണ് പറയുന്നത്. റിസർച്ചേഴ്സ് ഹാവ് കൺക്ലൂഡഡ് ദാറ്റ് ദർ ഇസ് ആൻ ഇൻക്രീസ് ഇൻ ഡോപ്പമിൻ റിലീസ് ഇൻ പീപ്പിൾ ഷോയിങ് ദ ഫസ്റ്റ് സിംറ്റംസ് ഓഫ് സ്കീസോഫ്രീനിയ. അതായത് സ്കീസോഫ്രീനിയൻ്റെ ഒരു ഫസ്റ്റ് സിംറ്റമാണ് ഹലൂസിനേഷൻ ആൻഡ് ഡെലൂഷൻ. ഹലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ തോന്നുക എന്തെങ്കിലും അവിടെ എന്തോ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ എന്തോ അങ്ങനെയൊക്കെ തോന്നില്ല, അതാണ് ഹലൂസിനേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡെലൂഷൻ, ചില തെറ്റായിട്ടുള്ള കൺസെപ്റ്റുകൾ. അപ്പം അതൊക്കെ ഈ ഡോപ്പമിൻ്റെ ആക്ടിവിറ്റി കൂടുതൽ കാരണം കൊണ്ട് വരുന്നതാണ്. ഡ്രഗ്സ് ദാറ്റ് ആർ മോസ്റ്റ് എഫക്റ്റീവ് ഇൻ ട്രീറ്റിംഗ് സ്കീസോഫ്രീനിയ ആർ ദ മോസ്റ്റ് എഫക്റ്റീവ് അറ്റ് ബ്ലോക്കിംഗ് ഡോപ്പമിൻ റിസപ്റ്റേഴ്സ്. അല്ലേ, അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത്, ഇത്തരം രോഗികൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഇത് വരുന്നത് ഈ ഡോപ്പമിൻ്റെ ആക്ടിവിറ്റി കൂടുതലുകൊണ്ടാണ്. അപ്പോൾ ഡോപ്പമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡോപ്പമിൻ്റെ റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ,
This hypothesis is further supported by researchers who have concluded that continuous use of drugs like amphetamine, cocaine, etc. also show psychotic symptoms and cause substance-induced psychotic disorder. These drugs increase the activity at dopamine synapses. അല്ലേ, അതായത് നമ്മൾ പറയും ഇപ്പോൾ ഇത്ര മെൻ്റൽ ഡിസോർഡറൊക്കെ ഈ കൊക്കൈനൊക്കെ അല്ലേ ഡ്രഗ്സൊക്കെ നല്ലോണം യൂസ് ചെയ്യുന്നവർക്കാണ് ഇത്തരം ഡിസീസസ് കാണുന്നതെന്ന്. അപ്പോൾ ഈ കൊക്കൈനൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുക ചെയ്യുന്നത്. അപ്പോൾ ഡോപ്പമിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്ന സമയത്താണ് ഈ സ്കീസോഫ്രീനിയ പോലത്തെ അസുഖങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. Then apart from dopamine hypothesis, glutamate hypothesis also has a role in schizophrenia. Glutamate hypothesis എന്ന് പറയുന്നത് dopamine inhibits glutamate cells in many brain areas. Glutamate stimulates neurons that inhibit dopamine. Thus the effects of increasing dopamine are similar to those of decreasing glutamate. So the effect of antipsychotic drugs that block dopamine are in consonance with either excess dopamine hypothesis or deficient glutamate hypothesis. അതായത് ഈ ഗ്ലൂട്ടമേറ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോപ്പമിനെ കുറക്കാൻ വേണ്ടി സഹായിക്കും. അപ്പോൾ ഗ്ലൂട്ടമേറ്റ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഈ ഡോപ്പമിൻ വളരും അല്ലേ. അപ്പോൾ ഈ ഗ്ലൂട്ടമേറ്റ് ഹൈപ്പോത്തസിസും ഡോപ്പമിൻ ഹൈപ്പോത്തസിസും നമ്മൾ സ്കീസോഫ്രീനിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ന്യൂറൽ ഡീജനറേഷൻ, ന്യൂറൽ റീജനറേഷൻ, ന്യൂറൽ റീഓർഗനൈസേഷൻ ആൻഡ് റിക്കവറി, അതും ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഡിസീസും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ സെഷൻ ഈ ലാസ്റ്റ് സെഷനിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ പ്രോഗ്രസ് 3 നോക്കിക്കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ സ്ട്രക്ചർ ഓഫ് എ സിനാപ്സ്, ഇലൂസിഡേറ്റ് ദ സ്റ്റെപ്സ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, ലിസ്റ്റ് ദ മെയിൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ലാസ്റ്റ് ഭാഗത്തൊന്നും അങ്ങനെ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് കണ്ടിട്ടില്ല. നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ ലാസ്റ്റ് സെഷൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും നന്നായിട്ട് വർക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ പുറത്തുനിന്നുള്ള സൗണ്ടും ഒക്കെ വലിയ ഡിസ്റ്റർബൻസ് ആണെന്ന് അറിയാം. എന്നാലും പിന്നെ നാളത്തേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരും. അങ്ങനെയൊക്കെ ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തത് നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് നമ്മൾ പോവാണ്. നെക്സ്റ്റ് ബ്ലോക്ക് നെർവസ് സിസ്റ്റമാണ്. ഇതിൻ്റെയൊക്കെ ഒരു കണ്ടിന്യൂഷനാണ്. ഓക്കെ, so okay, bye, thank you.